നിങ്ങളറിഞ്ഞോ? ഏത് ആശുപത്രിയിൽ ചികിത്സ തേടിയാലും മെഡിക്കൽ ഇൻഷുറൻസ് തുക നൽകണമെന്ന് ഇൻഷുറൻസ് കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായം തെളിയിക്കാനുള്ള രേഖയായി ഇനി മുതൽ ആധാർ കാർഡ് പോരാ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആധാർ അതോറിറ്റി. പാസ്പോർട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രായം തെളിയിക്കാനുള്ള രേഖയായി ഇനി മുതൽ ആധാർ കാർഡുകൾ സ്വീകരിക്കില്ല. ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ പുതിയതായി പ്രിന്റ് ചെയ്യുന്ന ആധാർ കാർഡുകളിൽ ചേർത്ത് തുടങ്ങി. ഇതുപോലെ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന അറിയിപ്പുകളാണ് ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമസ്കാരം, ഞാൻ അഭിലാഷ് നായർ. ഫിനാൻഷ്യൽ ഗൈഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ ബാങ്കിംഗ് രംഗത്ത് നിർണായകമായ 2 മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഗൂഗിൾ പേ ഉൾപ്പെടെ UPI പ്ലാറ്റ്ഫോമുകൾ വഴി ഇനി 5 ലക്ഷം രൂപ വരെ അയക്കാം. എന്നാൽ എല്ലാ ഇടപാടുകളും സാധ്യമല്ല. ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മാത്രമുള്ള പണമിടപാടുകൾക്ക് മാത്രമേ ഈ ഉയർന്ന പരിധി ഉപയോഗിക്കാൻ സാധിക്കൂ. നിലവിൽ ഒരു ദിവസം 1 ലക്ഷം രൂപയാണ് UPI പ്ലാറ്റ്ഫോമുകൾ വഴി പരമാവധി അയക്കാൻ സാധിക്കുന്നത്. 2 മേഖലകളിലേക്ക് UPI പണമിടപാടുകളുടെ പരിധി വർദ്ധിപ്പിച്ചത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമാണെന്ന് ബാങ്കിംഗ് രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. UPI ഇടപാടുകൾക്ക് പുറമെ നിശ്ചിത ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന റെക്കറിംഗ് പേയ്മെന്റുകൾക്കുള്ള ഈ മാൻഡേറ്റുകൾക്കുള്ള പരിധിയും റിസർവ് ബാങ്ക് ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ 15,000 രൂപയ്ക്ക് മുകളിലുള്ള ഈ മാൻഡേറ്റുകൾക്ക് 2ാം ഘട്ട അനുമതി കൂടി ആവശ്യമായിരുന്നെങ്കിൽ ഈ പരിധി 1 ലക്ഷം രൂപ വരെയാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇതും എല്ലാത്തരം ഇടപാടുകൾക്കും സാധ്യമല്ല. മ്യൂച്വൽ ഫണ്ട് പണമിടപാടുകൾ, ഇൻഷുറൻസ് പ്രീമിയങ്ങളുടെ പണമിടപാടുകൾ, ക്രെഡിറ്റ് കാർഡുകളിലെ തിരിച്ചടവ് എന്നിവയ്ക്ക് മാത്രമേ ഉയർത്തിയ പരിധിയുടെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ആധാർ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. ആധാർ ലഭിക്കുന്നതിന് വിരലടയാളവും ഐറിസ് സ്കാനും ആവശ്യമെന്നായിരുന്നു ചട്ടം. ഇതിലാണ് മാറ്റം വരുത്തിയത്. വിരലടയാളം നൽകാൻ കഴിയാത്തവർക്ക് ഐറിസ് സ്കാൻ ചെയ്ത് ആധാർ നൽകാം. ഐറിസ് സ്കാൻ ചെയ്യാൻ പറ്റാത്തവർക്ക് വിരലടയാളം മാത്രം മതി. വിരലടയാളവും ഐറിസ് സ്കാനും ഇല്ലെങ്കിലും എൻറോൾ ചെയ്യാം. ഇങ്ങനെ എൻറോൾ ചെയ്യുന്നവരുടെ പേരും ഫോട്ടോയും അടക്കം സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തണം. അസാധാരണ എൻറോൾമെന്റായി പരിഗണിച്ച് ഇവർക്ക് ആധാർ നൽകണം. ഭവന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 31. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഭവന പദ്ധതിക്കായി ഡിസംബർ 31 വരെ അപേക്ഷിക്കാം. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ തൊഴിലാളികൾക്കാണ് മുൻഗണന. അപേക്ഷകൾ www.laborwelfarefund.in എന്ന വെബ്സൈറ്റ് വഴി നൽകാം. തീപിടുത്തത്തിന്റെ കാരണക്കാരൻ സ്ഥാപന ഉടമ അല്ലെങ്കിൽ ഇൻഷുറൻസ് നൽകിയിരിക്കണം. തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം പോളിസി ഉടമയ്ക്കല്ലെങ്കിൽ കാരണം നോക്കാതെ ഇൻഷുറൻസ് അനുവദിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ബാധ്യതയുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇൻഷുറൻസ് പോളിസിയിലെ നിബന്ധനകൾ പൂർണ്ണമായി പാലിക്കുന്നതിനും ഇൻഷുർ ചെയ്യപ്പെട്ടവരോടുള്ള കടമ നിറവേറ്റുന്നതിനും ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള ബാധ്യത ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. സൗജന്യ റേഷൻ പദ്ധതി നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള സൗജന്യ റേഷൻ പദ്ധതി 2024 ജനുവരി 1 മുതൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പദ്ധതി പ്രകാരം ഒരാൾക്ക് 5 കിലോ വീതവും അന്ത്യോദയ പദ്ധതിയിൽ ഒരു കുടുംബത്തിന് 35 കിലോയും ഭക്ഷ്യധാന്യമാണ് ഓരോ മാസവും ലഭിക്കുന്നത്. 15,000 വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കാർഷിക സേവനങ്ങൾക്കായി ഡ്രോൺ നൽകും. രാജ്യത്ത് തെരഞ്ഞെടുത്ത 15,000 വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കാർഷിക സേവനങ്ങൾക്കായി ഡ്രോൺ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഡ്രോണുകൾ വാങ്ങാനായി പരമാവധി 8 ലക്ഷം രൂപ നൽകും. വളമിടാനും കീടനാശിനി തളിക്കാനും ഡ്രോണുകൾ ഉപയോഗിക്കാൻ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾക്ക് പരിശീലനം നൽകും. പരിശീലനത്തിന് ശേഷം നിയോഗിക്കപ്പെടുന്നവർക്ക് 15,000 രൂപ പ്രതിമാസം വേതനം ലഭിക്കും. സഹായിക്ക് 10,000 രൂപയും ലഭിക്കും. നിബന്ധനകൾക്ക് അപ്പുറമുള്ള ആവശ്യങ്ങൾ ഇൻഷുറൻസ് ക്ലെയിമിൽ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. ഇൻഷുറൻസ് പോളിസിയിൽ വ്യക്തമാക്കിയിരിക്കുന്ന നിബന്ധനകൾക്കപ്പുറമുള്ള ആവശ്യം ഉന്നയിക്കാൻ ഇൻഷുറൻസ് എടുത്തയാൾക്ക് കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പോളിസി നിബന്ധനകൾ പൂർണ്ണമായും വായിച്ചിരിക്കണമെന്നും നിർദ്ദേശിച്ചു. കരാറിലെ ഏതെങ്കിലും വ്യവസ്ഥ അവ്യക്തമെങ്കിൽ ഇത് പുറപ്പെടുവിച്ച കമ്പനിക്കെതിരായി വ്യാഖ്യാനിക്കാമെന്ന സമീപകാല വിധി ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ബാധകമാകില്ലെന്നും കോടതി വ്യക്തമാക്കി.
ഇൻഷുറൻസ് കരാറുകളിലെ ഉഭയകക്ഷി സ്വഭാവം ചൂണ്ടിക്കാട്ടിയാണിത്. ഗുരുഗ്രാമിൽ അപകടത്തിൽപ്പെട്ട BMW കാർ വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം തകർന്നതിനാൽ കാറ് മാറ്റി നൽകണമെന്ന ഉടമയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട സുപ്രധാന നിരീക്ഷണങ്ങൾ. എവിടെ ചികിത്സ തേടിയാലും മെഡിക്കൽ ഇൻഷുറൻസ് തുക നൽകണമെന്ന് ഇൻഷുറൻസ് കമ്പനികളോട് മദ്രാസ് ഹൈക്കോടതി. ഇൻഷുറൻസ് കമ്പനിയുടെ പട്ടികയിൽ ഇല്ലാത്ത ആശുപത്രിയിൽ ചികിത്സ തേടിയാലും മെഡിക്കൽ ഇൻഷുറൻസ് തുക നൽകണമെന്ന് ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി. ചികിത്സ, ചെലവ് തുടങ്ങിയവയെല്ലാം പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ചികിത്സാ ചെലവ് നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസുമാരായ SM സുബ്രഹ്മണ്യം, ലക്ഷ്മി നാരായണൻ എന്നിവരുടെ ബെഞ്ചാണ് ഇതിന് നിർദ്ദേശം നൽകിയത്. നിലവാരമില്ലാത്ത പേപ്പറിൽ ബില്ല് അടിക്കേണ്ടെന്ന് സർക്കാർ, പൊതുമേഖല, സ്വകാര്യ സ്ഥാപനങ്ങളോട് സംസ്ഥാന കൺസ്യൂമർ ഫോറം. ഉപഭോക്താക്കൾക്ക് വ്യക്തമല്ലാതെയോ മോശം നിലവാരമുള്ള പേപ്പറുകളിലോ അച്ചടിച്ച ബില്ലുകളോ രസീതുകളോ നൽകുന്നത് ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് കേരള കൺസ്യൂമർ ഫോറം. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് എറണാകുളത്തെ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനാണ് പ്രഖ്യാപനം നടത്തിയത്. ആധാർ കാർഡിലെ വിവരങ്ങൾ മാർച്ച് 14 വരെ സൗജന്യമായി പുതുക്കാം. ആധാർ കാർഡിലെ തിരിച്ചറിയൽ, വിലാസം പോലുള്ള വിവരങ്ങൾ മാർച്ച് 14 വരെ സൗജന്യമായി പുതുക്കാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിലെ ചെറുവീടുകൾക്ക് കെട്ടിട നികുതി വേണ്ട. ഈ തീരുമാനത്തിന് 2023 ഏപ്രിൽ മുതൽ മുൻകാല പ്രാബല്യം. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും 645 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളെ കെട്ടിട നികുതിയിൽ നിന്നും ഒഴിവാക്കി. ഇത്തരം വീടുകളെ കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ കെട്ടിട നികുതിയിൽ നിന്നും ഒഴിവാക്കിയാണ് തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കിയത്. കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യമുണ്ടാകും. BPL വിഭാഗത്തിൽപ്പെട്ടവരുടെ 30 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്കാണ് മുൻപ് നികുതി സൗജന്യം അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ കെട്ടിട നികുതി വർദ്ധിപ്പിച്ചപ്പോൾ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് 60 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് സൗജന്യം അനുവദിച്ചത്. സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന 60 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്കാണ് കെട്ടിട നികുതി ഇളവ് ലഭിക്കുക. ഒരാൾക്ക് ഒരു വീടിന് മാത്രമേ ഇളവ് ലഭിക്കൂ. ലൈഫ് പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കടക്കം ഇളവ് ലഭിക്കും. ലൈഫ് പദ്ധതിയിൽ 650 ചതുരശ്ര അടിയിൽ താഴെയുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. പ്രായം തെളിയിക്കാൻ ആധാർ പോരെന്ന് ആധാർ അതോറിറ്റി. പാസ്പോർട്ട് എടുക്കുമ്പോൾ പ്രായം തെളിയിക്കാനായി ഇനി ആധാർ കാർഡ് നൽകാനാവില്ല. ഇത് സംബന്ധിച്ച അറിയിപ്പ് പുതുതായി പ്രിന്റ് ചെയ്യുന്ന ആധാർ കാർഡുകളിൽ ചേർത്തു തുടങ്ങി. പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയല്ല ആധാർ എന്ന് ആധാർ അതോറിറ്റി വ്യക്തമാക്കി. പുതിയതായി പ്രിന്റ് ചെയ്യുന്ന കാർഡുകളിൽ ഇത് സംബന്ധിച്ച് അറിയിപ്പ് ചേർത്തു തുടങ്ങി. പാസ്പോർട്ട് എടുക്കുമ്പോൾ പ്രായം തെളിയിക്കാൻ നൽകാവുന്ന രേഖകളുടെ പട്ടികയിൽ നിന്ന് ആധാർ ഒഴിവാക്കി. ആധാർ എടുക്കുമ്പോൾ നൽകിയ രേഖകളിലെ ജനന തീയതിയാണ് കാർഡിലുള്ളതെന്ന മുന്നറിയിപ്പും ആധാർ അതോറിറ്റിയുടെ മുന്നറിയിപ്പിലുണ്ട്. ആധാറിലെ ജനന തീയതിയുടെ ആധികാരികത സംബന്ധിച്ച ഉത്തരവാദിത്തം ആധാർ അതോറിറ്റിക്കില്ലെന്ന് ചുരുക്കം. ആധാർ പ്രായം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന നിലപാടാണ് വർഷങ്ങളായി പല കോടതികളിലും UIDAI സ്വീകരിച്ചിരുന്നത്. കോടതികളും ഇതുതന്നെ ആവർത്തിച്ചു. എന്നാൽ ആദ്യമായാണ് ഇക്കാര്യം ആധാർ കാർഡുകളിൽ രേഖപ്പെടുത്തുന്നത്. സർക്കാർ വകുപ്പുകളടക്കം ജനന തീയതി തെളിയിക്കാനുള്ള രേഖയായി ആധാർ ഉപയോഗിക്കുന്നുണ്ട്. വോട്ടർ കാർഡിന് പകരം ആധാർ ഉപയോഗിക്കാനും അനുവദിക്കാറുണ്ട്. കേരള ബാങ്ക് ഒഴികെ ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കുന്നു. റവന്യൂ റിക്കവറി നിയമ ഭേദഗതി വരുന്നതുവരെ കേരള ബാങ്ക് ഒഴികെ ദേശസാൽകൃത ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ വായ്പാ കുടിശ്ശികയിൽ ജപ്തി നടപടികൾ നിർത്തിവെക്കും. കുടിശ്ശികയ്ക്ക് മൊറട്ടോറിയം അനുവദിക്കുന്നത് ഉൾപ്പെടെ വ്യവസ്ഥകളുമായാണ് നിയമ ഭേദഗതി വരിക. റവന്യൂ റിക്കവറി നിയമ ഭേദഗതി വരുന്നതുവരെ കേരള ബാങ്ക് ഒഴികെ ദേശസാൽകൃത ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ വായ്പാ കുടിശ്ശികയിൽ ജപ്തി നടപടികൾ നിർത്തിവെക്കും. റവന്യൂ റിക്കവറി നടപടികൾ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം. നോട്ടീസ് അയക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ തുടരാൻ തടസ്സമില്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകേണ്ട. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ നിന്നും അതീവ ദരിദ്ര കുടുംബങ്ങളായ ആശ്രയ വിഭാഗക്കാരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേന യൂസർ ഫീ ഈടാക്കില്ല. ഇവരുടെ യൂസർ ഫീ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകണം. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇളവിന്റെ കാര്യം തദ്ദേശ സ്ഥാപനങ്ങൾ മറച്ചുവെക്കുകയാണെന്ന് ആരോപണമുണ്ട്. പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 31. കേന്ദ്ര കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ ചേരുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള
അവസാന തീയതി 2023 ഡിസംബർ 31. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ശക്തമായ കാറ്റ് തുടങ്ങി പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കാണ് കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുക. നെല്ല്, കമുക്, റബ്ബർ, വാഴ, വെറ്റില, തെങ്ങ്, ഇഞ്ചി, ഏലം, കശുമാവ്, കൊക്കോ, പൈനാപ്പിൾ, കാപ്പി, പയർവർഗ്ഗങ്ങൾ, മരച്ചീനി, എള്ള്, പച്ചക്കറി വിളകൾ, മഞ്ഞൾ, തേയില തുടങ്ങിയവ ഉൾപ്പെടെയുള്ള വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. പദ്ധതിയിൽ അംഗമായാൽ ഇൻഷുറൻസ് തുക കർഷകന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 31. വ്യക്തികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം നികുതിദായകർക്കും 2022-23 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ പിഴയോടുകൂടി അധിക നികുതി ബാധ്യത ഇല്ലാതെ സ്വമേധയാ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2023 ഡിസംബർ 31. ഇത് അവസാന അവസരമാണ്. ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ അടങ്ങിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.